വിജിലൻസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും മുഖ്യമന്ത്രി വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു. നിലവിലുള്ള കേസുകളുടെ അന്വേഷണത്തിൽ എപ്രകാരം മുന്നോട്ടു പോകണമെന്ന് കോടതിയുടെ അഭിപ്രായം തേടണമെന്നും യോഗത്തിൽ ധാരണയായി. വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് ഇന്ന് വിജിലൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ ചേർന്ന യോഗത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഉയർന്ന അഭിഭാഷകരും പങ്കെടുത്തു. വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി കേസുകളിൽ മേലുദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഉണ്ടാവണം. SP, DYSPമാർക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം ഡയറക്ടറുടെ അനുമതിക്ക് വിധേയമായിരിക്കും. അഴിമതി തടയുന്നതിനായി സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കെണിയൊരുക്കലുകൾ വേണ്ടിവരും. ഇതിന്റെ സാധ്യതകൾ വിജിലൻസ് പരിശോധിക്കണം. പ്രാഥമിക പരിശോധനാ ഘട്ടത്തിൽ പ്രതിയെന്ന രീതിയിൽ പരിഗണിക്കേണ്ടതില്ല. നിലവിലുള്ള കേസുകളുടെ നടത്തിപ്പിൽ കോടതിയുടെ പ്രതികൂല പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഈ കേസുകളുടെ തുടർ നടത്തിപ്പ് എങ്ങനെ വേണമെന്ന് കോടതിയിൽ നിന്ന് തന്നെ വ്യക്തത വരുത്താനും യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വയനാട്ടിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനത്തിനിരയായ പെൺകുട്ടി കഴിഞ്ഞ ഡിസംബറിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചു. KCYM മാനന്തവാടി രൂപതാ കോർഡിനേറ്റർ സിജോ ജോർജാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. വയനാട്ടിൽ +2 വിദ്യാർത്ഥിനിയായ 17 വയസ്സുകാരി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ 28/12/2016 പ്രസവിച്ചത്. കുട്ടിയെ 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന പീഡിതയുടെ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നവജാത ശിശുവിനെ കോഴിക്കോട് സഭയ്ക്ക് കീഴിലെ ഒരു കോൺവെന്റിൽ പാർപ്പിക്കുകയായിരുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയെ KCYM കോർഡിനേറ്റർ എന്ന നിലയിൽ അഭിനന്ദിച്ചു തുടങ്ങിയ അടുപ്പം മുതലെടുത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് കൽപ്പറ്റ DYSP മുഹമ്മദ് ഷാഫി പറഞ്ഞു. കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം നടക്കുകയാണ്. പോക്സോ പ്രകാരമാണ് കേസ്. അതെ, പോക്സോ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തും. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ രേഖപ്പെടുത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമം, പോക്സോ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കൊച്ചി മറൈൻ ഡ്രൈവിൽ ശിവസേനയുടെ സദാചാര ഗുണ്ടായിസം. മറൈൻ ഡ്രൈവിൽ ഒന്നിച്ചിരുന്ന യുവതിയുവാക്കളെ ശിവസേന പ്രവർത്തകർ ചൂരലുമായി എത്തി അടിച്ചോടിച്ചു. വൈകുന്നേരങ്ങളിൽ നിരവധി പേർ വിശ്രമിക്കാനെത്തുന്ന സ്ഥലത്തായിരുന്നു ശിവസേനയുടെ അഴിഞ്ഞാട്ടം. സംഭവത്തെ തുടർന്ന് ശിവസേന ജില്ലാ പ്രസിഡന്റ് ദേവൻ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 20ഓളം പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പെൺകുട്ടികൾക്കെതിരായ അതിക്രമം തടയുക, മറൈൻ ഡ്രൈവിലെ കൊടചൂടി പ്രേമം നിർത്തലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ശിവസേന പ്രവർത്തകർ മറൈൻ ഡ്രൈവിലേക്ക് മാർച്ച് നടത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ സമയം മറൈൻ ഡ്രൈവിൽ ഒരുമിച്ചിരിക്കുകയായിരുന്ന യുവതിയുവാക്കൾക്ക് നേരെ ശിവസേന പ്രവർത്തകർ പാഞ്ഞെടുക്കുകയായിരുന്നു. അസഭ്യവാക്കുകൾ ചൊരിഞ്ഞ് ചൂരലുപയോഗിച്ച് അടിച്ച് യുവതിയുവാക്കളെ ശിവസേന പ്രവർത്തകർ വിരട്ടിയോടിച്ചു. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനായി നിരവധി പേർ വന്നെത്തുന്ന സ്ഥലത്താണ് ശിവസേന പ്രവർത്തകർ അഴിഞ്ഞാടിയത്. സംഭവത്തെ തുടർന്ന് 5 ശിവസേന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജി പറഞ്ഞു. അതിന് ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ നേതൃത്വം കൊടുത്ത നേതാവടക്കമുള്ള ആൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ശിവസേന ജില്ലാ പ്രസിഡന്റ് ദേവൻ, കുഞ്ഞുമോൻ, രതീഷ്, വിനീഷ്, ലെനിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട 20ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് വാളയാർ SIയെ ഒഴിവാക്കി. കേസന്വേഷണ ചുമതല പാലക്കാട് നർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറി. ആദ്യ കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായോ എന്ന് സംഘം പരിശോധിക്കും. പ്രതികൾക്ക് മേൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചു. ഉത്തരമേഖല DGP രാജേഷ് ദിവാന്റെ നിർദ്ദേശപ്രകാരമാണ് കേസന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറിയത്. മൂത്ത കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ വാളയാർ SI PC ചാക്കോയ്ക്ക് വീഴ്ച പറ്റിയെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ പുതിയ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. കേസിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ASP G പൂങ്കുഴലി, പ്രത്യേക സംഘത്തെ നയിച്ച ഹേമാംബിക നഗർ CI പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ പുതിയ ടീമിൽ തുടരും. ആദ്യ മരണം അന്വേഷിക്കുന്നതിൽ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്നും പുതിയ സംഘം അന്വേഷിക്കും. ഇതിന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനകം പാലക്കാട് SPയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് കൈമാറണം. പ്രതികൾക്ക് മേൽ പോക്സോ വകുപ്പ് കൂടാതെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകം തെളിയിക്കുന്ന സൂചനകളൊന്നും കണ്ടെത്താനായിട്ടില്ല. 2 മരണവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാവും പുതിയ സംഘത്തിന്റെ വെല്ലുവിളി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വാളയാറിൽ സഹോദരിമാരുടെ അസ്വാഭാവിക മരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്നുകൂടി അന്വേഷിക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് വീഴ്ച സംഭവിച്ചതുകൊണ്ടല്ല, മറിച്ച് സംഭവത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലാ ശിശുക്ഷേമ സമിതി വയനാട് ജില്ലയുടെ അധിക ചുമതല ഏറ്റെടുത്തു. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ വയനാട് ശിശുക്ഷേമ സമിതി മരവിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് CWCക്ക് അധിക ചുമതല നൽകിയത്. വയനാട് ജില്ലാ അധ്യക്ഷനായിരുന്ന ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റി ജോസിനെയും സർക്കാർ നീക്കം ചെയ്യുകയും മറ്റു 3 അംഗങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ഫാദർ തോമസ് തേരകത്തിന്റെയും ബെറ്റി തോമസിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൽപ്പറ്റ കോടതി നാളത്തേക്ക് മാറ്റി. കൊട്ടിയൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതി റോബിൻ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് കേസ് നാളത്തേക്ക് മാറ്റിയത്. കൊട്ടിയൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ നൽകിയ കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലം നൽകിയില്ലെന്ന കാരണത്താൽ സമയം നീട്ടി നൽകുകയായിരുന്നു. പിന്നീട് സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പ്രതിഭാഗം മറുപടി കേൾക്കണമെന്ന ആവശ്യമുന്നയിച്ചപ്പോൾ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂട്ടർ ജോൺസണിന് കൊട്ടിയൂർ ഇടവകയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പ്രതിഭാഗത്തിനു വേണ്ടി മനഃപൂർവ്വം സത്യവാങ്മൂലം വൈകിപ്പിച്ചതാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. അതേസമയം ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു, ഗൈനക്കോളജിസ്റ്റ് ടെസ്സി, പീഡിയാട്രീഷ്യൻ ഹൈദരലി എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ഈ മാസം 14 മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആലുവ ബിനാനിപുരത്ത് 3ഉം 7ഉം വയസ്സുള്ള പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായി. സംഭവത്തിൽ അയൽവാസി ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ മുപ്പത്തടത്താണ് സംഭവം. 3ഉം 7ഉം വയസ്സുള്ള സഹോദരിമാരാണ് അയൽവാസിയുടെ പീഡനത്തിനിരയായത്. കാരത്തോഴി സ്വദേശി 52-കാരനായ ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ഉണ്ണി തോമസ് പെൺകുട്ടികളെ ഇയാളുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്. തുടർന്ന് പലതവണ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചു. ഇതിനിടെ കുട്ടികൾക്ക് അണുബാധയുണ്ടായി. ഉണ്ണി തോമസിന്റെ ഭീഷണിയെ തുടർന്ന് കുട്ടികൾ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് സ്കൂളിൽ വെച്ച് അധ്യാപികയോട് കുട്ടികൾ വിവരം പറയുകയായിരുന്നു. അധ്യാപിക ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പെൺകുട്ടികളുടെ വിശദമായ മൊഴിയെടുത്തു. തുടർന്ന് ആലുവ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അയൽവാസികളായ 2 കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് ഇന്ന് ദിവസം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളുടെ മെഡിക്കൽ പരിശോധന മറ്റൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 376 IPC പിന്നെ പോക്സോ 7 and 8 പ്രകാരമുള്ള വകുപ്പാണ് ചാർജ് ചെയ്തത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വീട്ടിനുള്ളിൽ കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ അരമണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി. തിരുവനന്തപുരം മൺവിള സ്വദേശിനിയായ യുവതിയെ വീടിനുള്ളിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച മിഡ്നാപൂർ സ്വദേശി ഘനശ്യാമിനെ തൊഴിലാളി ക്യാമ്പിൽ നിന്നാണ് പിടികൂടിയത്. അരിക്കച്ചവടം നടക്കുന്ന വീട്ടിലെ പെൺകുട്ടിയായ 22-കാരിക്ക് നേരെയാണ് ഇന്ന് രാവിലെ അതിക്രമം ഉണ്ടായത്. അരിയുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം നടത്തുന്ന തിരുവനന്തപുരം മൺവിള കിഴക്കുംകരയിലെ ഒരു വീട്ടിലെ 22-കാരിക്ക് നേരെയാണ് പീഡന ശ്രമം നടന്നത്. അരി വാങ്ങാനെന്ന വ്യാജേന എത്തിയ ബംഗാൾ മിഡ്നാപൂർ സ്വദേശി ഘനശ്യാം യുവതിയെ കയറി പിടിക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ കയറാനുള്ള ശ്രമത്തിനിടെ വാതിലിന് മുന്നിലുണ്ടായിരുന്ന ദ്രവിച്ച ഗ്രില്ലിളകി ഘനശ്യാമിന്റെ ദേഹത്തേക്ക് പതിച്ചു. ഈ തക്കം കൊണ്ട് ബഹളം വെച്ചുകൊണ്ട് പുറത്തേക്കോടിയ യുവതി ആളെക്കൂട്ടും മുമ്പ് ഘനശ്യാം ഓടി രക്ഷപ്പെട്ടു. സംഭവ സ്ഥലത്തെത്തിയ തുമ്പ പോലീസ് അപ്പോൾ തന്നെ ഉണർന്നു പ്രവർത്തിച്ചു. സിറ്റി ഷാഡോ സംഘം സമീപത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ അരിച്ചുപെറുക്കി. ക്യാമ്പിൽ നിന്നാരും പുറത്തു പോവാതിരിക്കാൻ പോലീസിന്റെ ബന്ദോബസ്തും ഏർപ്പെടുത്തി. ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് പെൺകുട്ടിയെ കാണിച്ചു. ഇതിൽ നിന്നാണ് പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞത്. സംഭവമുണ്ടായ അരമണിക്കൂറിനകം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് തിരുവനന്തപുരം സിറ്റി പോലീസിന് അഭിമാനാർഹമായ നേട്ടമായി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിലെത്തിച്ച് കുളിക്കുന്ന രംഗങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. കായംകുളം സ്വദേശിനിയായ യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. യുവതിയുടെ പരാതിയിൽ പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു.
കൊല്ലം സ്വദേശികളായ ഗുലാമിയും അനിമോനും ചേർന്ന് ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിലെത്തിക്കുകയും ഫ്ളാറ്റിൽ വെച്ച് കുളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവരുടെ ഡ്രൈവറിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വീണ്ടും തന്നെ 100-ലധികം പേർക്ക് കാഴ്ചവെച്ചുവെന്നും 1.5 മാസക്കാലം തന്നെ ഫ്ളാറ്റിലെ മുറിയിൽ അടച്ചിട്ടാണ് ക്രൂര ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാക്കിയതെന്നും യുവതി വെളിപ്പെടുത്തി. ഞാൻ കുളിച്ചിറങ്ങിയതിന്റെ പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ഈ കുളിസിയും കാണിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ ഈ നിൽക്കുന്ന സാലിഹ് എന്ന് പറഞ്ഞ പയ്യനാണ്, അവനുമായിട്ട് ഇതായില്ലെങ്കിൽ ഞങ്ങളിതെല്ലാം യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു നിൽക്കലേ അല്ല, ഇയാൾ റൂമിൻ്റെ കതവ് അടയ്ക്കുകയും പല രീതിയിൽ എന്നെ ഇതാക്കുകയും ചെയ്തു. അതെല്ലാം ഇദ്ദേഹം വീഡിയോ പിടിച്ചത് ഞാൻ അറിഞ്ഞില്ല. 2-3 വട്ടം കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി 2 ദിവസമൊക്കെ റൂമിലിരുന്ന് കരയുകയൊക്കെ ചെയ്തെങ്കിലും ഇവരുടെ ഇതിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 1 മാസം 100-100ഓളം പേര് എന്നെ ഇതാക്കി. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിൻ്റെ അന്ന് എന്നെ ഇവർ നാട്ടിലേക്ക് കയറ്റിവിട്ട് 15-ാം വയസ്സിലും തുടർന്ന് 16-ാം വയസ്സിലും 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ തന്നെ 17-ാം വയസ്സിൽ തന്നെ ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരു യുവതിയുമായി ഒളിച്ചോടിയെന്ന് യുവതി പറഞ്ഞു. തന്റെ അവസ്ഥ മനസ്സിലാക്കിയ വിഭാര്യനായ യുവാവ് ജീവിതം തിരികെയും ഒരുമിച്ച് മാന്യമായി ജീവിക്കുമ്പോൾ അതിനെ അനുവദിക്കാതെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഖത്തറിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും യുവതി പറഞ്ഞു. ഇപ്പോൾ എല്ലാം പ്രശ്നത്തിൽ ഇവരെത്തിക്കാൻ നോക്കുക. ഇനിയും ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അതും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തിരിയണമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരയെ കെണിയിൽ കുടുക്കി ലക്ഷക്കണക്കിന് രൂപയാണ് ഒരുപക്ഷെ ഈ പ്രതികൾ സമ്പാദിച്ചിരിക്കുക. അതേസമയം ഒരു യുവതിയുടെ ജീവിതം താറുമാറായതിന്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ജിഷ്ണുവിന്റെ നഷ്ടവും കുടുംബത്തിനുണ്ടായ പ്രയാസവും അപരിഹാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുമായി തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കി. ജിഷ്ണു പ്രണോയ്ക്ക് നീതിക്കായുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷമാണ് മാതാപിതാക്കളായ മഹിജയും അശോകനും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത്. ജിഷ്ണുവിന്റെ നഷ്ടവും കുടുംബത്തിനുണ്ടായ പ്രയാസവും അപരിഹാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി അവർക്ക് നൽകി. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടതെന്നും അവർ പറഞ്ഞു. അനുവദിക്കാത്ത പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് തന്നെ വന്നിട്ടുള്ളത്. ജിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ജിഷ്ണു ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അദ്ദേഹമാണ് പിണറായി. അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്നും വരാവുന്നതാണ്. അതൊരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വരാൻ കാരണം. 5 ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനവും മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകി. ആദ്യഘട്ടത്തിൽ കേസന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചവർ, കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കാൻ കാരണക്കാരനായ ഡിജിപി മല്ലേരി ശ്രീധരൻ നായർ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. കൃഷ്ണദാസിന്റെ ജാമ്യത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും മഹിജയും അശോകനും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മോദിയുടെ പരിപാടിയിൽ തട്ടമിട്ട ജനപ്രതിനിധിക്ക് വിലക്കേർപ്പെടുത്തി. വയനാട് മൂപ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാനത്തിനെയാണ് ഗുജറാത്തിൽ നടന്ന പരിപാടിയിൽ നിന്നും വിലക്കിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷഹർബാനത്തിനെ തട്ടമിട്ടവർ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് അഹമ്മദാബാദിൽ സ്വച്ഛ് ശക്തി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ നടത്തിയ ക്യാമ്പിൽ മോദിയുടെ ഗുജറാത്ത് മോഡലിന്റെ വിശദീകരണമായിരുന്നു നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ലധികം വനിതാ ജനപ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വയനാട്ടിലെ മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഷഹർബാനത്തിനെ സംഘാടകർ തടഞ്ഞു. തട്ടമിട്ടവരെ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ തടഞ്ഞതെന്ന് ഷഹർബാനത്ത് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അത് സംഭവം എന്താണെന്ന് ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് കയറുമ്പോഴേ കറുത്ത മസ്ക ധരിക്കണ്ട എന്നുള്ള രീതിയിൽ കറുത്ത തലയിലിടുന്ന മസ്ക ഉണ്ടല്ലോ, അതെ, അപ്പൊ അത് ഇട്ടിട്ട് കയറണ്ട. എന്നിട്ടോ അപ്പൊ അവര് പറഞ്ഞത് ഇട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തലേന്ന് ഊരിച്ചു, അതവിടെ വാങ്ങി വെച്ചു. തട്ടമിട്ടെത്തിയ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വനിതാ ജനപ്രതിനിധികളെയും സംഘാടകർ തടഞ്ഞിരുന്നു.
പിന്നീട് കേരള പ്രതിനിധികൾ വലിയ പ്രതിഷേധമുയർത്തിയതോടെയാണ് സംഘാടകർ ഇവരെ കടത്തിവിടാൻ തയ്യാറായത്. വനിതാ ദിനത്തെ തന്നെ വനിതാ ജനപ്രതിനിധികളുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ CPCRIയിലെ 7 ക്ലർക്കുമാരെ പിരിച്ചുവിട്ടു. ചട്ടവിരുദ്ധമായി സർവീസിൽ പ്രവേശിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 5 ഉത്തരേന്ത്യക്കാരെയും 2 മലയാളികളെയുമാണ് പിരിച്ചുവിട്ടത്. നിയമനം ലഭിച്ച 5 പേർ ഉദ്യോഗസ്ഥരുടെ അടുത്ത ബന്ധുക്കളാണ്. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, വിവരങ്ങൾ. കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ICARന്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ICAR. കാർഷിക ഗവേഷണ സ്ഥാപനമാണ് ICAR. ICARന്റെ ഒരു ഭാഗമാണ് CPCRI, കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം. ഇതിൽ 2012 കോൾ ഫോർ ചെയ്ത അപേക്ഷ ക്ഷണിച്ച് 2013 നിയമനം നടത്തിയ 7 ക്ലർക്കുമാരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവർക്ക് 4 വർഷം സർവീസ് ഉണ്ട്. 7 പേരിൽ 2 പേർ കേരളത്തിൽ നിന്ന് മലയാളികളാണ്. ബാക്കി 5 പേർ ഉത്തരേന്ത്യക്കാരാണ്. ഉത്തരേന്ത്യക്കാരായ 5 പേരും ICARലെയും CPCRIയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്ത ബന്ധുക്കളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് ഇവർ അപേക്ഷ നൽകിയത്. മാത്രമല്ല, നേരത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച്, വിജ്ഞാപനം അനുസരിച്ച് ഇന്റർവ്യൂ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇന്റർവ്യൂ ഒഴിവാക്കിയാണ് ഇവരുടെ നിയമനം നടത്തിയത്. ഇതിൽ തിരിമറി നടന്നുവെന്നുള്ള പരാതിയെ തുടർന്ന് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മോഹനൻ, നേരത്തെ CPCRIയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. P. മോഹനൻ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ICARന്റെ വിജിലൻസ് വിഭാഗം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്ത് ഇതേ തുടർന്ന് 7 പേരെയും ഇന്നു മുതൽ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് CPCRI പുറത്തിറക്കിയിട്ടുണ്ട്. ഇവരുടെ 4 വർഷം സർവീസ് ഉണ്ട്. കേരളക്കാരായ 2 പേരിൽ ഒരാൾ എക്സ് സർവീസ്മാനാണ്, വിമുക്തഭടനാണ്. അദ്ദേഹത്തിന് ആ കോട്ടയിലാണ് കിട്ടിയിരുന്നത്. മറ്റൊരാൾ മെരിറ്റിൽ ലഭിച്ചതായിരുന്നു. ക്രമക്കേടിൽ കേരളത്തിൽ നിന്നുള്ള 2 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ പരീക്ഷ തന്നെ റദ്ദാക്കിയതിന്റെ ഭാഗമായി ഇവരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അഞ്ജു. ശരി, വ്യക്തമാണ്. CPCRIയിലെ 7 ക്ലർക്കുമാരെ ചട്ടവിരുദ്ധമായി സർവീസിൽ പ്രവേശിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാലകത്ത് ബഷീറിനെ നീക്കണമെന്ന വിജിലൻസ് റിപ്പോർട്ട് സ്പോർട്സ് കൌൺസിൽ മുക്കി. 3 വർഷം മുമ്പുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഭരണസമിതിയാണ് നടപടിയെടുക്കാതെ പൂഴ്ത്തിയത്. മലപ്പുറത്ത് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലെ അഴിമതി സംബന്ധിച്ച കേസിലാണ് ബഷീറിനെ അടിയന്തരമായി മാറ്റാൻ 2014 വിജിലൻസ് നിർദ്ദേശിച്ചിരുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാലകത്ത് ബഷീറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള വിജിലൻസ് റിപ്പോർട്ടാണിത്. പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിൽ നാലകത്ത് ബഷീർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നും അന്വേഷണ വിധേയമായി ബഷീറിനെ മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2014 ജൂൺ 30-നാണ് വിജിലൻസ് ഡയറക്ടർ സർക്കാർ മുഖേന സ്പോർട്സ് കൌൺസിലിന് ഉത്തരവ് കൈമാറിയത്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 2015 ജൂലൈ 30-ന് സ്പോർട്സ് കൌൺസിൽ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ നാളിതുവരെ ബഷീറിനെതിരെ നടപടിയെടുത്തിട്ടില്ല. സ്പോർട്സ് കൌൺസിലിലെ കഴിഞ്ഞ ഭരണസമിതിയും വോളിബോൾ അസോസിയേഷനും റിപ്പോർട്ട് നടപടിയെടുക്കാതെ മുക്കുകയായിരുന്നു. തിരുവനന്തപുരം വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി MS അനിൽകുമാർ. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ശ്രീ നാലകത്ത് ബഷീറിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാനായി ദേശീയ വോളിബോൾ ഫെഡറേഷൻ നൽകിയ 6 ലക്ഷം രൂപ നാലകത്ത് ബഷീർ വകമാറ്റി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതായും ബഷീറിനൊപ്പം അസോസിയേഷൻ ട്രഷറർ R രാമചന്ദ്രൻ നായരെയും മാറ്റി നിർത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മുൻ മന്ത്രി നാലകത്ത് സുഫിയുടെ സഹോദരനായ നാലകത്ത് ബഷീറിന്റെ തന്നെ സമ്മർദ്ദത്തെ തുടർന്നാണ് നടപടി ഉണ്ടാകാതിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ബഷീറിനെതിരെ ഇപ്പോൾ മറ്റൊരു കേസിലും വിജിലൻസ് അന്വേഷണം നടക്കുന്നുമുണ്ട്. സ്പോർട്സ് കൌൺസിലിന്റെ പുതിയ ഭരണസമിതി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്നാണ് കായിക ലോകത്തിന്റെ പ്രതീക്ഷ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. വരണ്ടുണങ്ങുന്ന പ്രദേശത്തോടൊപ്പം ജീവിതം കഴിച്ചുകൂട്ടുന്ന ചിലരുണ്ട്. സ്വതവേ വെള്ളം കുറവായ പ്രദേശത്തോട് മഴ കൂടി കനിവ് കാട്ടാതിരുന്നാൽ പിന്നീട് അവർ എന്തു ചെയ്യും? കോഴിക്കോട് വടകരയിലെ ഒരു ഗ്രാമം വേനലിൽ വെന്തുരുകുകയാണ്.